സംസ്ഥാനത്തെ വേനൽ ചൂട് കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ അംഗനവാടികൾ ഈ തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ അവധിയായിരിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പുത്രൻ ഈ വീട്ടിലുള്ളത് കൊണ്ടും അവൻ അറിയാതെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ ക്ലാസ് എടുക്കുകയാണെന്ന് അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിതീവ്രമായ ശബ്ദ കോലാഹലങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനുകൂടി എന്തും നേരിടാൻ തയ്യാറായിട്ട് വേണം ഈ ക്ലാസ് നിങ്ങൾ കാണാനായിട്ട്. അപ്പം ആ ഒരു മുന്നറിയിപ്പോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെഷനിൽ നിന്നുള്ള മുൻ വർഷങ്ങളിലെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷ കഴിയുന്നത് വരെ ഇതുപോലെയുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരെണ്ണം വെച്ചെങ്കിലും ചെയ്യാം എന്ന് കരുതുന്നു. അപ്പോൾ അത് ഇനിയും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ CHSL പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. നമുക്ക് 3 പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതേപോലെ ഗ്രേഡ് A ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. അപ്പം ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ശ്രദ്ധിക്കുക. ഏപ്രിൽ 8 മുതൽ മെയ് 7 വരെ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മെയ് 1-നാണ്. അപ്പോൾ മെയ് 7 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. മെയ് 7 വരെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ടയർ 1 എക്സാം നടക്കുന്നത് ജൂൺ 1 മുതൽ 12 വരെയുള്ള തീയതികളിലാണ് ടയർ 1 എക്സാം നടക്കുക. അതേപോലെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. ഇനി വിദ്യാഭ്യാസ യോഗ്യത 12ാം ക്ലാസ് പാസ്സായിരിക്കണം, 12th സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു 12th സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയുന്നത്. അതിൻ്റെ സാലറിയും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ SSC CHSL എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് CHSL എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, ഇത് ഒന്ന് ആമുഖമായി പറഞ്ഞിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. എന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയർ 1-ൽ 4 സിലബസുകളാണ്, അല്ലെങ്കിൽ 4 സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ റീസണിങ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ആണ്. ഇംഗ്ലീഷ്, അതുപോലെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാലും അത് ജനറൽ നോളജ് തന്നെയാണ്. അപ്പം ഈ സിലബസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കി മനസ്സിലാക്കുക. എല്ലാം വിശദമായിട്ട് തന്നെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. സിലബസ് മനസ്സിലാക്കി അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യത്തക്ക രീതിയിൽ റിട്ടൺ എക്സാമിന് ടയർ 1 ടയർ 2 എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു കോഴ്സായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അത് ഡേ ബൈ ഡേ അതിൽ കണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ എല്ലാ കണ്ടന്റുകളും അതിൽ കാണണമെന്നില്ല. എന്നാൽ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളായിട്ടാണ് അതിലേക്ക് നമ്മൾ കണ്ടന്റുകൾ ആഡ് ചെയ്യുന്നത്. അപ്പം ആ ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു നോക്കുക. അല്ലെങ്കിൽ അതിൽ ഫ്രീ ആയിട്ടുള്ള 1-2 ക്ലാസ്സുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ പരീക്ഷ എന്താണെന്നും അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. താല്പര്യമുള്ളവർക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ കുറേ അധികം സമയം ഞാൻ എടുത്തു എന്നാൽ എന്തായാലും ഞാൻ വീഡിയോയിൽ ഒരു ടൈം സ്റ്റാമ്പ് കൊടുത്തേക്കാം. ഇത് ഇത്രയും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ടൈം സ്റ്റാമ്പ് കൂടെ ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മക്കളെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. 2 persons A and B can do a work in 60 days and 40 days respectively. They started work together, but A left after some time and B finished the remaining work in 10 days. അപ്പോൾ എയും ബിയും ബേസ് ക്ലാസ്സുകൾ എല്ലാവരും കണ്ടോണേ. അതെല്ലാം ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടൈം ആൻഡ് വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 persons A and B. എയുടെ സമയം എത്ര മക്കളെ? 60. ബിക്ക് എത്രയാണ്? 40. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ LCM ഓഫ് 60 and 40 എത്ര കിട്ടും? നമുക്ക് 120 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ടൈം എഴുതുന്നു. അടുത്തതിന് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്?
വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ടൈം ആൻഡ് വർക്കിൻ്റെ ക്ലാസ് പോയി കാണുക, കാര്യങ്ങൾ ക്ലിയർ ആവും. സോ 120 ഡിവൈഡഡ് ബൈ 60, അതേപോലെ തന്നെ 120 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ ഇവിടെ എത്ര കിട്ടുന്നു? 2. ഇവിടെ എത്ര കിട്ടുന്നു? 3. ശരിയല്ലേ? യെസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദേ സ്റ്റാർട്ടഡ് വർക്ക് ടുഗദർ ബട്ട് എ ലെഫ്റ്റ് ആഫ്റ്റർ സം ടൈംസ്. എത്രയോ സമയം കഴിഞ്ഞപ്പം എ അങ്ങ് പോയി. ബി ഫിനിഷ്ഡ് ദ റിമൈനിങ് വർക്ക് ഇൻ 10 days. ബാക്കി ജോലി ബി 10 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു എന്നാണ് പറയുന്നത്. ബാക്കി ജോലി ബി 10 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. അപ്പോൾ ബി ഒറ്റയ്ക്ക് ചെയ്ത വർക്ക് എത്രയാണ്? ബിയുടെ കംപ്ലീറ്റഡ് വർക്ക് എത്രയാണ്? ബിയുടെ എഫിഷ്യൻസി എത്ര മക്കളെ? 3. അതായത് 3 എഫിഷ്യൻസി എത്ര ദിവസം ജോലി ചെയ്തു? 10 ദിവസം ഒറ്റയ്ക്ക് ജോലി ചെയ്തു. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേ? ബിക്കോസ് വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. വർക്ക് എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി വർക്ക് ബൈ ടൈം. അപ്പോൾ ടൈം എന്താ? വർക്ക് ബൈ എഫിഷ്യൻസി. അപ്പം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. വർക്ക്, എഫിഷ്യൻസി, ടൈം. ഓക്കെ. അപ്പം ബി ഒറ്റയ്ക്ക് ചെയ്ത വർക്ക് എത്രടാ? 30 യൂണിറ്റ് വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്തു. ഇനി അപ്പൊ ആദ്യമേ ചെയ്തിരുന്നല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ എ പോയത്. അതായത് എയും ബിയും കൂടെ ആദ്യം കുറച്ച് വർക്ക് ചെയ്തു, അവസാനം ബി ഒറ്റയ്ക്ക് ചെയ്തു. എത്ര? 30. മൊത്തം ആകെ ജോലി എന്ന് പറഞ്ഞാൽ എത്ര? 120 അല്ലേ? അപ്പൊ എയും ബിയും കൂടെ ചെയ്ത് എത്ര ആയിരിക്കും ആദ്യമേ ചെയ്തത്? രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 120 വരേണ്ടത്. അപ്പം ഓൾറെഡി ഇവിടെ 30 ഉണ്ട്. അപ്പൊ ബാക്കി എത്ര ആയിരിക്കും? 90 ആയിരിക്കും. അപ്പൊ ഈ 90 യൂണിറ്റ് വർക്ക് ചെയ്യാൻ ആരുണ്ടായിരുന്നു? എ ഉണ്ടായിരുന്നു. അപ്പോൾ എയും ബിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്തത് ഈ 90 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ സമയം കണ്ടുപിടിച്ചാൽ അത്രയും സമയം എ ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം? അതെ. അപ്പൊ നമ്മൾ അവിടെ ടൈം കണ്ടുപിടിക്കാൻ പോവാം. ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. വർക്ക് എത്ര മക്കളെ? എയും ബിയും കൂടെ ഒന്നിച്ചുണ്ടായിരുന്നു ചെയ്ത വർക്ക് എത്ര? 90. അവരുടെ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി എത്ര? 3 × 2 5. അപ്പൊ എത്ര ദിവസം? 18 ദിവസം. 18 ദിവസം എയും ബിയും ഒന്നിച്ചുണ്ടായിരുന്നു. എയും ബിയും കൂടി 18 ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പൊ 18 ദിവസം കഴിഞ്ഞിട്ടാണ് എ പോയത്. ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് എ ലീവ്? എ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പൊ പോയത്? 18 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. സോ ആൻസർ എത്ര? 18 ദിവസം. ശരിയാണോ? യെസ്, 18 ദിവസം. അടുത്ത ചോദ്യം എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 4, 5 and 6. So LCM of 4, 5 and 6. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് LCM ആണെന്ന്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 4, 5, 6 എത്ര കിട്ടും? 4ന്റെ 5ന്റെ 6ന്റെ LCM എത്ര? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 30നെ പറ്റുമോ? ഇല്ല, 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, പൂർണ്ണമായി ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എത്ര ആയിരിക്കും? 60. ഓക്കെ. ഇനി അടുത്തത് വീണ്ടും അടുത്തൊരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 5, 6 and 10. സോ LCM ഓഫ് 5, 6 and 10. 5ന്റെ 6ന്റെയും 10ന്റെ LCM എത്ര? 30. ശരിയല്ലേ? 30നെ 10 കൊണ്ട് ഹരിച്ചാൽ 3, 6 കൊണ്ട് ഹരിച്ചാൽ 5, 5 കൊണ്ട് ഹരിച്ചാൽ 6 അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 60ന് 30 പോയാൽ എത്ര കിട്ടും? 30. വെരി സിമ്പിൾ. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3. സോ x plus y by 2 1/4, y plus z by 2 1/4, z plus x by 2 1/4. ഓക്കെ. അപ്പം നമ്മൾ ഇതൊന്ന് എഴുതുകയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സും വൈയും ഇസഡും എത്ര എന്നാ കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. അതായത് ആദ്യം ഞാൻ എക്സ് പ്ലസ് വൈ ബൈ 2 പ്ലസ് അവിടെ വൈ ഡിവൈഡഡ് ബൈ അല്ലല്ലോ, വൈ പ്ലസ് ഇസഡ് ബൈ 2 പ്ലസ് ഇസഡ് പ്ലസ്, അതായത് ഇതെടുത്ത് കൂട്ടി പിന്നെ ഇതെടുത്ത് കൂട്ടി, ഇസഡ് പ്ലസ് എക്സ് ബൈ 2 ഇസ് ഈക്വൽ ടു 1/4 പ്ലസ് 1/4 പ്ലസ് 1/4. കാരണം ഇവിടെ 1/4 ഉണ്ട്, ഇവിടെ 1/4 ഉണ്ട്, ഇവിടെയും 1/4 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി. സോ നമുക്ക് നോക്കാം എക്സ് വൈ ഇസഡ്. ഞാൻ അതിനെ വേരിയബിൾ എല്ലാം കൂടെ ആദ്യം ഒന്നിച്ചങ്ങ് എഴുതുവാണേ. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് പിന്നെന്താണ് വൈ ബൈ 2 പ്ലസ് ഇസഡ് ബൈ 2 പ്ലസ് എക്സ് ബൈ 2 ഇസ് ഈക്വൽ ടു, കോമൺ ഡിനോമിനേറ്റർ ആണ്, കോമൺ ആയിട്ട് എഴുതുന്നു,
എല്ലാം കൂടെ കൂട്ടുന്നു, മുകളിലുള്ള എല്ലാം കൂടെ കൂട്ടുന്നു 3/4. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ എഴുതിക്കൂടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് എല്ലായിടത്തും 1/2 ഉണ്ട്. ഞാൻ ആ 1/2 ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തിട്ട് 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. ശരിയല്ലേ? അതെ, ഇസ് ഈക്വൽ ടു 3/4. ഓക്കെ, നോക്കിക്കാം മക്കളെ, എക്സും വൈയും ഇസഡും ഇവിടെ ഓരോ പ്രാവശ്യമുണ്ട്, പിന്നെ ഇവിടെ അര പ്രാവശ്യമുണ്ട് അല്ലേ. 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സും വൈ ഇസഡും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചു എന്ന് പറയുമ്പോൾ അര എക്സ് അര വൈ അര ഇസഡ് അല്ലേ. അപ്പം ഒരു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡും അര എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡും ഒന്നും അരയും കൂടെ കൂട്ടിയാൽ 1.5 നമുക്ക് 3/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. എടാ, ഈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 1.5 എടുത്ത് എന്തുകൊണ്ടാ, ഇവിടെ എക്സും വൈ ഇസഡും മൊത്തമായിട്ടുണ്ട്, പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ, അരയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളതിനെ ഞാൻ 1 ആയിട്ടും ഇവിടെ ഉള്ളതിനെ ഞാൻ അരയായിട്ടും എടുത്തു. 1.5 എന്ന് പറഞ്ഞാൽ എന്താ, 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ 1.5 കിട്ടുക. ഓക്കെ, സോ 3/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 3/4. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഇത് ഗുണിച്ചിരിക്കുമല്ലോ, അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കണം. അപ്പോൾ 3/4 ഡിവൈഡഡ് ബൈ 3/2. ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഏതുകൊണ്ടാണോ ഹരിക്കേണ്ടതിന് അവനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 3/4 ഇൻറ്റു 2/3. അപ്പോൾ അതാണ്ട് ഈ മൂന്നും അങ്ങ് കട്ട് ചെയ്ത് പോകുന്നു. 2നെ 4 കൊണ്ട് ഹരിച്ചാൽ 2/4 അല്ലേ. 2നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്താണ്, 2ൽ 2 ഒരു പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം, 1/2 ഉണ്ട് ഓപ്ഷനിൽ ഉണ്ട്, ഓപ്ഷൻ സി. ശരിയാണോ? യെസ്, ഓപ്ഷൻ സി. സോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, അരയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞ് ആൾജിബ്ര ചോദ്യങ്ങൾ എന്തായാലും SSCയുടെ എല്ലാ പരീക്ഷകളിലും ഉണ്ടാവും. അത് നിങ്ങൾ CGL-ലായാലും CHS-ലായാലും SSC റിലേറ്റഡ് എല്ലാ പരീക്ഷകൾക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് വളരെ എളുപ്പമാണ്. CHS-ലെയൊക്കെ ഇതേപോലെയുള്ള വളരെ ബാലിശമായ ചോദ്യങ്ങളായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകും. ഇതും വേണമെങ്കിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കി ഒരുപാട് സ്റ്റെപ്പുകൾ വേണമെങ്കിൽ എഴുതാം. പക്ഷേ നമ്മളിവിടെ ഈ 1.5 എടുത്തത് നമ്മൾ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം. എ പേഴ്സൺ ഹാസ് എ സം ഓഫ് 1350 ഇൻ വിച്ച് ഹി ക്യാൻ ബൈ എക്സാക്ട്ലി 5 ടിക്കറ്റ്സ് ഫോർ ആൻ എക്സിബിഷൻ. അപ്പം 5 ടിക്കറ്റിൻ്റെ വിലയാണ് 1350 രൂപ. ഓക്കെ, ഹൗ മച്ച് മോർ മണി വിൽ ഹി നീഡഡ് ഇഫ് ഹി ബൈ 7 ടിക്കറ്റ്സ്? ഓക്കെ, ഇടേ മക്കളെ, 1350 രൂപയുണ്ടെങ്കിൽ അവന് 5 ടിക്കറ്റ് മേടിക്കാം അല്ലേ. 5 ടിക്കറ്റിനുള്ള കാശാണത്. എത്ര ടിക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ, എത്ര കാശ് കൂടെ ഉണ്ടെങ്കിൽ 7 ടിക്കറ്റ് മേടിക്കാവുന്നു. അപ്പം 5 എണ്ണം കയ്യിലുണ്ടല്ലോ, 5 എണ്ണത്തിന് 1350 മതി. അപ്പോൾ ഇനി 7 ആവാൻ 2 കൂടെ മതിയല്ലോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില ഇതിൽ നിന്ന് കിട്ടത്തില്ലേ മക്കളെ? ഈ 1350നെ 5 കൊണ്ട് ഹരിച്ചാൽ ഒരെണ്ണത്തിൻ്റെ വില കിട്ടത്തില്ലേ? നമുക്ക് 2 എണ്ണം കൂടെ പോരെ? 5 എണ്ണം 7 ആവാൻ 2 എണ്ണം മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പോരെ? മതി. അപ്പോൾ എത്ര കിട്ടും? 5 ഇവിടെ 2 പ്രാവശ്യം 3 അല്ലേ. 5 എന്ന് പറഞ്ഞാൽ 13ൽ 5 2 പ്രാവശ്യം വന്നു. 13ലോട്ട് 5 2 പ്രാവശ്യം 10. പിന്നെ ബാക്കി എത്തുണ്ട് 3 5 കൂടെ എത്ര? 35. 35/5 എത്ര? 7. ആ 0 അതുപോലെ. അപ്പോൾ 270 ഇൻറ്റു 2. 270 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും മക്കളെ? 540. ശരിയാണോ? യെസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യും. 5 ടിക്കറ്റിൻ്റെ വില 1350. 1 ടിക്കറ്റിൻ്റെ വില 1350 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 270. 7 ടിക്കറ്റിൻ്റെ വില ഇനി ഇതുകൊണ്ട് ഗുണിക്കും, ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തെ പിന്നെ ഇതിൽ നിന്ന് കുറയ്ക്കും. അതിൻ്റെ കാര്യമുണ്ടോ? നേരിട്ട് എക്സ്ട്രാ 2 എണ്ണം മതി. 7 ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 5 എണ്ണം കയ്യിലുണ്ട്, അതിന് 1350 രൂപയായി. ഇനി 2 എണ്ണം കണ്ടുപിടിച്ചാൽ മതി. സോ അങ്ങനെ ചിന്തിച്ചാൽ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് നമുക്ക് ലാഭിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നമുക്ക് നല്ലതല്ലേ. യെസ്. അടുത്ത ചോദ്യം. സോ എന്ന് പറഞ്ഞപ്പം അതുമായി ചേരുന്ന ഒരു പേര് തന്നെ. സുരേന്ദ്ര ഹാസ് എ പ്രോപ്പർട്ടി ഹാവിംഗ് എ സർട്ടൺ വാല്യൂ. ഹി ഗീവ്സ് 60% ഓഫ് ഹിസ് പ്രോപ്പർട്ടി ടു ഹിസ് വൈഫ്, 75% ഓഫ് ദ റിമൈനിങ് പ്രോപ്പർട്ടി ടു ഹിസ് ഡോട്ടർ. ഓക്കെ, അപ്പോൾ ഈ സുരേന്ദ്രൻ്റെ കയ്യിൽ ആകെ 100 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, 100% വിചാരിക്കുക. ഓക്കെ, അതിൽ ഇയാൾ ഭാര്യയോടുള്ള സ്നേഹം മൂത്ത് എത്ര കൊടുത്തു? 60% ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ടാവും? ബാലൻസ് ആഫ്റ്റർ ഗിവൺ ടു വൈഫ്. ഭാര്യയ്ക്ക് കൊടുത്തതിന് ശേഷം ബാക്കി എത്ര ഉണ്ടാവും? 40%. ആ 40%-ത്തിനകത്തിൽ അതിൻ്റെ 75% ബാലൻസ് വന്ന 40% ഉണ്ടല്ലോ മക്കളെ.
അതിൻ്റെ 75% എന്ന് പറയുമ്പോൾ 40 × 75%. 75% എടുക്കണ്ട, 3/4 എന്ന് എടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 30%. 30% ആർക്ക് കൊടുത്തു? പുത്രിക്ക് കൊടുത്തു. ഡോട്ടറിന് എത്ര കൊടുത്തു? 30% കൊടുത്തു. അപ്പോൾ 40% ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 30 അങ്ങ് പോയി. വീണ്ടും ബാലൻസ് എത്ര വന്നു? 10% വന്നു. അത് എവിടെ കൊടുത്തു? ഒരു ട്രസ്റ്റിന് കൊടുത്തു. ഇഫ് ഹി ഗീവ്സ് പ്രോപ്പർട്ടി, ഇവിടെ ഒരു വാല്യൂ വേണമായിരുന്നു കേട്ടോ. വാല്യൂ ഇല്ലാതെ നമ്മൾ എന്താണ് ചെയ്യും? ഇഫ് ഹി ഗീവ്സ് പ്രോപ്പർട്ടി ഡാഷ് വർത്ത് ടു ദ ട്രസ്റ്റ്. ഒരു മിനിറ്റ്, ആൻസർ എത്ര നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ റെഡിയാക്കാം. 18,000 എന്തോ കണ്ടുപിടിക്കണ്ടേ? ദെൻ ഫൈൻഡ് ദ വർത്ത് ഓഫ് ഷെയർസ് ഇൻ ദ പ്രോപ്പർട്ടി ഗിവൻ ടു ഹിസ് ഡോട്ടർ. ഡോട്ടറിന് കൊടുത്തത് 30%. 30%. അപ്പം 60,000 ആയിരിക്കും ഇതിന് കൊടുത്തിട്ടുണ്ടാവുക. യെസ്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ നിങ്ങൾ എഴുതിക്കുകയാണെങ്കിൽ 60,000. ഇഫ് ഹി ഗീവ്സ് പ്രോപ്പർട്ടി വർത്ത് റുപ്പീസ് 60,000 എന്ന് എഴുതിക്കോണേ. ആ വാല്യൂ അവിടെ എന്തെങ്കിലും ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മിസ് ചെയ്ത് പോയതായിരിക്കാം, അല്ലെങ്കിൽ കോപ്പി ആ ക്വസ്റ്റ്യനകത്തിൽ തന്നെ അത് കാണത്തില്ലായിരിക്കാം. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ചോദ്യമാണ്. അപ്പോൾ 60,000. സോ ഈ 10% എത്ര? 60,000 അല്ലെങ്കിൽ 6 ലക്ഷം. 18 ലക്ഷം അല്ലേ വരണ്ടേ? 10% 60,000 നമുക്കെടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഡോട്ടറിന് കൊടുത്തതാണ് 30%. അല്ല, 6 ലക്ഷമായിരിക്കും. 6 ലക്ഷമാണ് ട്രസ്റ്റിന് കൊടുത്തത്. ഓക്കെ, 6 ലക്ഷം ട്രസ്റ്റിന് കൊടുത്തു. ഇവിടെ ഈ വാല്യൂ നിങ്ങൾ എഴുതി ചേർത്തോണം കേട്ടോ ചോദ്യത്തിൽ. 60,000 അല്ല, സോറി, 6 ലക്ഷം. ചോദ്യം എന്താണ്? ഫൈൻഡ് ദ വർത്ത് ഓഫ് ഷെയർ ഓഫ് പ്രോപ്പർട്ടി ഹി ഗിവൻ ടു ഹിസ് ഡോട്ടർ. ഡോട്ടറിന് കൊടുത്തത് എത്ര മക്കളെ? 30%. 10%. 6 ലക്ഷമാണെങ്കിൽ 30% എത്ര? ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. അപ്പോൾ എത്ര ആയിരിക്കും? 18 ലക്ഷം. അല്ലെങ്കിൽ ഈ ചോദ്യം cannot be determined കേട്ടോ. കാരണം എന്താ? വാല്യൂ ഒന്നും തന്നിട്ടില്ല. എത്ര രൂപയാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് പറയാൻ പറ്റും. മോക്ക് കൊടുത്തത് 30% പക്ഷേ വാല്യൂ ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പം അവർ ആകെ 4 ഓപ്ഷനേ ഉള്ളൂ. അതിലവർ cannot be determined, none of this ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് നമുക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യന് തെറ്റ് പറ്റിയതാണെന്ന്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഇതിപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് അതിലെ വാല്യൂ ഇല്ലായിരിക്കാം. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ എന്തായാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളൊരു വാല്യൂ ഇട്ടുകൊടുത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 6 ലക്ഷം ആണ് ട്രസ്റ്റിന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ 18 ലക്ഷം. ഓക്കെ ആണോ? ശരിയാണോ? യെസ്. ആൻസർ നമ്മൾ ഉണ്ടാക്കിയ ചോദ്യമാണ്. അപ്പോൾ ആൻസർ നമ്മുടെ തന്നെ കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 2100. 2100 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. വാട്ട് ഷുഡ് ബി ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ സോ ദാറ്റ് ആഫ്റ്റർ എ ഡിസ്കൗണ്ട് ഓഫ് 20% ദ സെല്ലർ സ്റ്റിൽ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 90%. അതായത് ഈ സാധനം വിറ്റ് കഴിയുമ്പോഴും ഇയാൾക്ക് 90% ലാഭം കിട്ടണം, ഡിസ്കൗണ്ടിൽ വിറ്റ് കഴിയുമ്പോഴും. അപ്പം ഞാൻ ഇവന് പ്രതീക്ഷിക്കേണ്ട ലാഭം, ഇയാൾ പ്രതീക്ഷിക്കുന്ന ലാഭം, പ്രോഫിറ്റ് എത്ര? പ്രോഫിറ്റ് 90% ഇയാൾക്ക് വേണ്ടത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അല്ലെങ്കിൽ പോട്ടെ, പ്രോഫിറ്റ് എഴുതാം. പ്രോഫിറ്റ് 90 ഉണ്ടല്ലോ, പോട്ടെ, നേരിട്ട് സെല്ലിംഗ് പ്രൈസ് അപ്പോൾ എത്ര ആയിരിക്കും? 190% ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ 2100ൻ്റെ 190% ആയിരിക്കും. 190%. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്, അതായത് 21 × 190. അപ്പോൾ നമുക്ക് 3990 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ 3990 വിൽക്കുമ്പോഴും ഇയാൾക്ക് എത്രയാണ്? 20% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഇയാൾ ഈ വിലയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ 20% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള തുകയാണിത്. അതായത് മാർക്ക്ഡ് പ്രൈസ് 100% ആണെങ്കിൽ ഡിസ്കൗണ്ട് 20% ആയിരിക്കും. ആ ഡിസ്കൗണ്ട് കഴിഞ്ഞ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80% ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പോൾ ഈ 80% ആണ് എത്ര? ഈ 3000. കാരണം ഈ വിലയ്ക്ക് വിൽക്കുമ്പോഴും ഇയാൾക്ക് എത്ര ലാഭം കിട്ടണം? അയാളുടെ സെല്ലിംഗ് പ്രൈസ് ഓൾറെഡി അയാൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ഇത്ര രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് എത്ര ശതമാനം ലാഭം കിട്ടണം? 90% ലാഭം കിട്ടണം. അങ്ങനെ 90% ലാഭം കിട്ടണമെങ്കിൽ ഞാൻ 3990 രൂപയ്ക്ക് വിൽക്കണം. കാരണം എൻ്റെ കോസ്റ്റ് പ്രൈസ് 2100 ആണ്. അപ്പോൾ 3990 ഞാൻ വിൽക്കണം. അപ്പോൾ 3990 വിൽക്കണം. അത്
എൻ്റെ 80% ആയിരിക്കണം, എൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ 80% ആയിരിക്കണം. അപ്പോൾ 80% എന്ന് പറയുന്നത് 3990 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസാണ് കണ്ടുപിടിക്കണ്ടേ അല്ലേ? വാട്ട് ഷുഡ് ബി ദ മാർക്കറ്റ് പ്രൈസ്? മാർക്കറ്റ് പ്രൈസാണ് കണ്ടുപിടിക്കണേ. മാർക്കറ്റ് പ്രൈസിന് നമ്മൾ 100 ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ 100% എത്ര എന്ന് ചിന്തിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കും? 1% കണ്ടുപിടിക്കാനായിട്ട് 3990 ഡിവൈഡഡ് ബൈ 80. അപ്പോൾ 1% കിട്ടി ഇൻറ്റു 100%. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീറോയും ഒക്കെ കട്ട് ചെയ്ത് പോകും. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4987.5 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. സോ ആൻസർ ഓപ്ഷൻ ഡി. ശരിയാണോ? യെസ്. സോ മക്കളെ, അടുത്ത ചോദ്യം. What will be the ratio of simple interest earned by a certain amount at the same interest for 4 years and that of 10 years? മക്കളെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു സെയിം എമൗണ്ട് അല്ലേ കിട്ടുക? നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് പെർസെൻറ്റേജും സെയിം ആണെങ്കിൽ എല്ലാ വർഷവും, ഇപ്പൊ എൻ്റെ 10,000 രൂപ 10%, എല്ലാ വർഷവും 1000 വെച്ച് കിട്ടും. അപ്പോൾ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ എമൗണ്ട്, ഇത് രണ്ടിടത്തും സെയിം എമൗണ്ട് ആണ്. അപ്പോൾ 4 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4 ആണെങ്കിൽ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 ആയിരിക്കും. ഇപ്പൊ 1000 രൂപ പലിശ കിട്ടുന്നുണ്ട്, 10,000 രൂപയ്ക്ക് 10%. 4 വർഷം കൊണ്ട് കിട്ടുന്നത് 4000 ആയിരിക്കും, 10 വർഷം കൊണ്ട് കിട്ടുന്നത് 10000 ആയിരിക്കും. സോ എപ്പോഴും ഈ നമ്പർ ഓഫ് ഇയേഴ്സ് പോകുന്നതിനനുസരിച്ച് എമൗണ്ട് കിട്ടിക്കൊണ്ട്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സിന്റെ റേഷ്യോ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 10000 രൂപയാണ്, 10%, എല്ലാ വർഷവും 1000 രൂപ, 4 വർഷം കൊണ്ട് 4000 രൂപ, 10 വർഷം കൊണ്ട് 10000 രൂപ, 100 വർഷം കൊണ്ട് 1,00,000 രൂപ. അപ്പോൾ 1000 വെച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക്. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് പെർസെൻറ്റേജും മാറുന്നില്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സിന്റെ റേഷ്യോ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് തുക കിട്ടുന്നത്. സോ മനസ്സിലാക്കേണ്ട കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് പെർസെൻറ്റേജും സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സിന് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പൈസ. എത്ര വർഷം പോകുന്നു അതിനനുസരിച്ച് കാശ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ 4 വർഷവും 10 വർഷവും നമ്മളുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ 4:10 ആയിരിക്കും. എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2:5 ആയിരിക്കും. അല്ല, അതിനകത്തിൽ ഒന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2:5, വെരി സിമ്പിൾ. യെസ്, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. എ ബിഗ് ജോയിന്റ് ഫാമിലി ഹാസ് 4 grandpas. 4 grandpas, 4 parents, 8 cousins. The average age of grandpas is 74, okay, and that of parents is 58, okay, and that of cousins is 22. ഓരോരുത്തരുടെയും ഏജ് തന്നിട്ടുണ്ട്, നമ്പർ തന്നിട്ടുണ്ട്. 4 grandpas, അവരുടെ ആവറേജ് ഏജ് തന്നിട്ടുണ്ട്. ഓക്കെ, അവരുടെ ആവറേജ്, അപ്പോൾ നമ്പറിനെ ആവറേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. ആവറേജ് നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആയിരിക്കും. സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പറും ആയിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? നോക്കിക്കേ, ആദ്യത്തെ ഈ ഗ്രാൻഡ് പാസിന്റെ സം എത്ര ആയിരിക്കും? 74 × 4 എത്ര കിട്ടും? 296. പിന്നെയോ പാരൻസിന്റെ എത്ര ആയിരിക്കും? 58 × 4 എത്ര കിട്ടും? 232. ഇവിടെ എത്ര കിട്ടും? 8 × 22 176. ഓക്കെ, സോ ഗ്രാൻഡ് പാസിന്റെ സം എത്രയാണ്? 296. പാരൻസിന്റെ സം 232. കസിൻസിന്റെ സം 172. സോ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സം കിട്ടും. ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 296 + 232 + 176 എത്ര കിട്ടും നമുക്ക്? 704 എന്ന് കിട്ടും. 704 എന്ന് കിട്ടും. അപ്പോൾ ആകെ തുക കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം. ശരാശരി എന്ന് പറയുമ്പോൾ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണല്ലോ. അപ്പോൾ ആവറേജ് ഈസ് ഈക്വൽ ടു സം എത്രയാണ് മക്കളെ? 704. എണ്ണം എത്ര? 4 4 8 8 16. അപ്പോൾ നമ്മൾ 16 കൊണ്ട് അതിനെ ഹരിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? സോ 704നെ 16 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടുന്നു നമുക്ക്? 44. ഇവിടെ നോക്കിയാൽ മതി. 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടത്തില്ല, അപ്പം 32 അല്ല ആൻസർ. 6നെ 5 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടത്തില്ല, 4 അവസാനിക്കുന്ന സംഖ്യ കിട്ടത്തില്ല, അപ്പോൾ 65 അല്ല. 6നെ 0 കൊണ്ട് ഗുണിച്ചാൽ അവസാനം 0 ഉള്ളതേ വരത്തുള്ളൂ, അപ്പോൾ അതുമല്ല. അപ്പോൾ പിന്നെ 44 ആയിരിക്കും എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഹരിച്ച് നോക്കുക. സോ ആൻസർ എത്ര കിട്ടും നമുക്ക്? 44 എന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം.
What is the value of 1/2 of 16/5 plus 1/2 of 24/9 into 18/12 minus 5/8? ഓക്കെ, നമുക്ക് നോക്കാം. 1/2 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് 16/5 പ്ലസ് 1/8 ഇൻറ്റു 24/9 ഇൻറ്റു 18/12 മൈനസ് 5/8. ഓക്കെ, ഇതാ നോക്കിക്കോ. ആണെങ്കിൽ നമുക്കിങ്ങനെ ബ്രാക്കറ്റൊക്കെ ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. 12 ഇവിടെ 2 പ്രാവശ്യം, 9 ഇവിടെ 2 പ്രാവശ്യം, അല്ല 12 × 2 9 × 2, പിന്നെ 2 × 2 4 ഇവിടെ. അപ്പോൾ 1/2 കിട്ടി, 1/2. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക്? 2ഉം 16 കൂടെ കിട്ടുമ്പോൾ എത്ര കിട്ടും? 8. സോ 8/5 പ്ലസ് 1/2 മൈനസ് 5/8. സോ ഇനി നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM എടുക്കാം. ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM എന്ന് പറയുമ്പോൾ താഴെ കിടക്കുന്ന സംഖ്യകളുടെ ലസാഗു എന്ന് പറയുമ്പോൾ എത്രയാണ്? 5ൻ്റെയും 2ൻ്റെയും 8ൻ്റെയും കൂടെ LCM എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 എന്ന് കിട്ടുന്നു. സോ ആദ്യം 40നെ 5 കൊണ്ട്, ഇനി LCM കൊണ്ട് എങ്ങനെയാണ് പിന്നെ സംഖ്യകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. 40 കിട്ടിയാൽ LCM 40നെ 5 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും? 8. ആ കിട്ടിയ 8നെ മുകളിലത്തെ 8 കൊണ്ട് ഗുണിക്കുക, 64 മൈനസ് ആദ്യമേ 40 കോമൺ ആയിട്ട് അങ്ങ് എഴുതിയേക്കണം, 64. പിന്നെ ഇവിടുത്തെ പ്ലസ് ഇടുക, 40നെ 2 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും? 20 ഇൻറ്റു 1 എത്ര? 20 മൈനസ് 40നെ 8 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും? 40നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5. 5 × 5 എത്ര? 25. ഓക്കെ, അപ്പോൾ 64 പ്ലസ് 20 മൈനസ് 25. അപ്പോൾ ഇവിടെ പ്ലസ് 20ഉം മൈനസ് 20, വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. സോ 64 മൈനസ് 5 ഡിവൈഡഡ് ബൈ 40 കിട്ടും. 64ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 59 ഡിവൈഡഡ് ബൈ 40, 59 ഡിവൈഡഡ് ബൈ 40. ശരിയാണോ? ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. യെസ്. സോ 59 ഡിവൈഡഡ് ബൈ 40. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എ കാർ ട്രാവൽസ് 60 km/h for 1.5 hours. Then it travels 3 hours at 45 km/h. After that it covers 55 km in 30 minutes. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഡിസ്റ്റൻസ് തുല്യമല്ല എങ്കിൽ, പല കേസിലും പല ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആകെ എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു? 2 കാര്യങ്ങളാണ് വേണ്ടത്. ആകെ എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു, അതിനാകെ എന്തുമാത്രം സമയം എടുത്തു. അപ്പോൾ ആകെ എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 60 km/h വേഗത്തിൽ 1.5 മണിക്കൂർ സഞ്ചരിച്ചു. അപ്പോൾ എത്ര? 60 × 1.5. അപ്പോൾ ചോദിക്കുക എന്തിനാ ഗുണിച്ചത്? സ്പീഡിനെ എന്തുകൊണ്ടാണ് ടൈം കൊണ്ട് ഗുണിച്ചത്? ബിക്കോസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ എത്ര കിട്ടി? 90 എന്ന് കിട്ടി. അടുത്തത് then it travels 3 hours at 45 km/h. പിന്നീട് 45 km/h വേഗത്തിൽ 3 മണിക്കൂർ സഞ്ചരിച്ചു. അപ്പോൾ 45 × 3, അപ്പോൾ അവിടെ എത്ര കിട്ടും? 135 എന്ന് കിട്ടും. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്പീഡല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിസ്റ്റൻസ് ആണ്. നേരിട്ട് പറഞ്ഞേക്കുക 55 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 30 മിനിറ്റ് എടുത്തു. അപ്പം ഡിസ്റ്റൻസ് മാത്രം 55 കിലോമീറ്റർ. ഇതെല്ലാം കൂടെ കൂട്ടുക. 5 × 5 = 10, 10 × 3 = 13, 5 × 18, 1 × 1 2, 280 കിലോമീറ്റർ ആണ് ആകെ സഞ്ചരിച്ചത്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ടോട്ടൽ ടൈം എത്ര? ആദ്യം ഒരു 1.5 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു 3 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവസാനം ഒരു അരമണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുക, എത്ര കിട്ടും? 5 മണിക്കൂർ എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസും കിട്ടി, ടോട്ടൽ ടൈമും കിട്ടി. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അതായത് മക്കളെ 280 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 56 km/h എന്ന് കിട്ടും. ശരിയാണോ? യെസ്. ഓപ്ഷനിലുണ്ട്, നമുക്ക് ശരിയാണോ നോക്കാം. യെസ്, 56 km/h. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ 10 ചോദ്യങ്ങളാണ് ചെയ്തത്. നമ്മൾ ഇതേപോലെ തന്നെ RPFൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും RPF SI, RPF കോൺസ്റ്റബിൾ ഇതിൻ്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഓരോ വീഡിയോ ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മൾ SSC CHSL പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ 10 ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇതെല്ലാം മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഞാൻ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് എടുത്തതോ ആയിട്ടുള്ള ചോദ്യങ്ങളല്ല. ഇതെല്ലാം മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതേപോലെയുള്ള ധാരാളം വീഡിയോസ് ഇനി ഉണ്ടാവും. കാരണം ഇനിയിപ്പോൾ നമ്മൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാനാണ് നമ്മളുടെ ഒരു തീരുമാനം. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതേപോലെ എല്ലാ ആഴ്ചയിലും ഓരോ എക്സാമിൻ്റെ RPFൻ്റെ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ PSC, അതേപോലെ നമ്മുടെ CHSL, ബാങ്ക്, IBPS, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാനാണ് ഞാനിപ്പോൾ മനസ്സിലാലോചിക്കുന്നത്. കാരണം എത്രത്തോളം നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി ഇനിയും കൂടുതൽ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എന്തായാലും നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടം ഉണ്ടാകത്തില്ല. ഒരു 10 ചോദ്യങ്ങൾ നിങ്ങൾ കൂടുതൽ പഠിക്കത്തേ ഉള്ളൂ. അപ്പം അതേപോലെ ഇതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഒക്കെ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുന്നവരെയൊക്കെ ഈ ചാനൽ അവരിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമായിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക. അതേപോലെ തന്നെ നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാശ് മുടക്കൊന്നുമില്ല. നിങ്ങൾക്കത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതിനകത്ത് ധാരാളം ഫ്രീ സ്റ്റഡി മെറ്റീരിയലുകൾ, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ്, അതേപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, PSC, LD ക്ലർക്കിൻ്റെ മുൻ വർഷത്തെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ടീം എഫേർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിൽ കാശ് ചിലവൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കോഴ്സസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനിയും മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.